സങ്കീർത്തനങ്ങൾ 5:3 യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാതെ വണ്ണം ഒരു ബാധയും അനർത്ഥവും അടുക്കാതെ തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുകയും സമാധാനത്തോടെ ഉറങ്ങുവാനും നിർഭയം വസിക്കുമാറാക്കുകയും ചെയ്യുന്ന ദൈവത്തിന് പ്രഭാതത്തെ നന്ദിയോടെ സ്തുതിപ്പാനിടയാകട്ടെ. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്നവനാ നമ്മുടെ ദൈവം. അവിടുത്തെ ദയയും കരുണയും തീർന്നു പോയിട്ടില്ല. രാവിലെ തോറും പുതിയതും അവിടുത്തെ വിശ്വസ്തത വലിയതുമാകുന്നു. ദാവീദ് പറയുന്നു, നീതിയിൽ അവന്റെ മുഖം കാണും, ഉണരുമ്പോൾ രൂപം കണ്ട് തൃപ്തനാകും. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ ദൈവം ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾ ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ അതിൽ നിന്ന് വിടുവിപ്പാനിടയായി. പ്രഭാതയാമത്തിൽ യഹോവ മിസ്രയീമ സൈന്യത്തെ നോക്കി. പ്രഭാതയാമത്തിൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ അറിയിച്ചു തരുമെന്ന് പറഞ്ഞവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവിടുത്തെ മുഖം നമുക്ക് അന്വേഷിക്കാം. ദിനവും ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ അവനായി നമ്മളെ തന്നെ സമർപ്പിച്ച് കാത്തിരിക്കാം. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നമ്മോടും അടുത്തു വരും. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം മുൻപാകെ നമുക്കടുത്ത് ചെല്ലാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ദുർഘടങ്ങളെ മാറ്റി പുതുവഴികളെ നമുക്കായി ഒരുക്കട്ടെ. ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.